ില്ല എങ്കിലും പത്രമാധ്യമങ്ങൾ വഴി വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ചെയർമാനായും പീഡിയാട്രിക് സർജറി വകുപ്പ് മേധാവി ഗൈനക്കോളജി വകുപ്പ് മേധാവി എന്നിവർ അംഗങ്ങളായും ഒരു അന്വേഷണ കമ്മിറ്റി രൂപീകരിച്ച് അടിയന്തര അന്വേഷണം നടത്തി സമർപ്പിച്ച റിപ്പോർട്ട് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ തലത്തിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. സർ, തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് രോഗിയുടെ പരിശോധനാ സാമ്പിളുകളും രജിസ്റ്ററും ഹൌസ് കീപ്പിംഗ് വിഭാഗം ജീവനക്കാരനായ ശ്രീ അജയകുമാറിന്റെ കയ്യിൽ നിന്ന് പത്തോളജി ലാബിന്റെ മുൻവശത്ത് നിന്ന് 15/3/2025 നഷ്ടപ്പെട്ടു. യുദ്ധകാലാടിസ്ഥാനത്തിൽ ഈ വിഷയം റിപ്പോർട്ട് ചെയ്യുകയും പോലീസിന്റെ സഹായം ഉൾപ്പെടെ ഉപയോഗിക്കുകയും അത് തിരികെ ലഭ്യമാക്കുകയും ചെയ്തു. സാമ്പിൾ അടങ്ങിയ ബോക്സ് പരിശോധനയ്ക്കായി നൽകുന്നതിന് ലാബിന്റെ കവാടത്തിന് മുമ്പിൽ വെക്കുകയും ജീവനക്കാരൻ അടുത്ത ലാബിലേക്ക് കയറിയ സമയം കൊണ്ട് ഇത് നഷ്ടപ്പെടുകയുമാണ് ഉണ്ടായത്. ഇതിൽ വളരെ വേഗത്തിൽ നടപടി സ്വീകരിക്കുകയും സാമ്പിളുകൾ കേടുകൂടാതെ തന്നെ തിരിച്ച് ലഭ്യമാക്കുകയും ലാബുകളിൽ പരിശോധനയ്ക്ക് നൽകുകയും ചെയ്തു. ഉത്തരവാദിയായ ജീവനക്കാരനെ അന്നേ ദിവസം തന്നെ സസ്പെൻഡ് ചെയ്തു. സാർ, ഇവിടെ ഉന്നയിക്കുന്ന മറ്റൊരു കാര്യം മരുന്ന് ലഭിക്കുന്നില്ല ആശുപത്രികളിൽ എന്നതാണ്. ഇന്ന് കേരളത്തിൽ 1870ഓളം സർക്കാർ ആശുപത്രികളാണ് ആകെ ഉള്ളത്. പ്രൈമറി ഹെൽത്ത് സെന്റർ മുതൽ മെഡിക്കൽ കോളേജ് വരെ 1870 സർക്കാർ ആശുപത്രികൾ. ഈ 1870 സർക്കാർ ആശുപത്രികളിൽ ഒരു തരത്തിലുമുള്ള മരുന്ന് ദൗർലഭ്യം ഇന്ന് നേരിടുന്നില്ല. വളരെ അടിസ്ഥാനരഹിതമായിട്ടൊരു കാര്യമാണ് ഉന്നയിച്ചിട്ടുള്ളത്. KMCL വഴി 853 അവശ്യ മരുന്നുകളാണ് വിതരണം ചെയ്യുന്നത്. ഒന്നിനും ക്ഷാമം ഇപ്പോൾ നിലവിലില്ല. ഈ സാമ്പത്തിക വർഷത്തിൽ 604 കോടി രൂപയാണ് മരുന്ന് വാങ്ങുന്നതിനായി വിനിയോഗിച്ചിട്ടുള്ളത്. സാമ്പത്തിക വർഷത്തിൽ ബജറ്റ് വിഹിതമായിട്ട് അനുവദിച്ചത് 354 കോടിയാണ്. പക്ഷെ 604 കോടി രൂപ മരുന്ന് വാങ്ങാൻ വേണ്ടി ഇതുവരെ ചെലവഴിച്ചിട്ടുണ്ട്. കാസ്പ് വഴിയുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് ബജറ്റിൽ 6.78 കോടി രൂപയാണ് നീക്കിവച്ചിട്ടുള്ളത്. എന്നാൽ കഴിഞ്ഞ ആഴ്ച അധികമായി അനുവദിച്ച 678 കോടി രൂപയാണ് 678 കോടി രൂപയാണ് നീക്കിവച്ചിട്ടുള്ളത്. സാർ, എന്നാൽ കഴിഞ്ഞ ആഴ്ച അധികമായി അനുവദിച്ച 300 കോടി രൂപ ഉൾപ്പെടെ ഈ സാമ്പത്തിക വർഷം 978 കോടി രൂപ ധനകാര്യ വകുപ്പ് അനുവദിച്ച് ആശുപത്രികൾക്ക് നൽകിക്കഴിഞ്ഞിട്ടുണ്ട്. 1000 കോടിയോളം രൂപയാണ് സർ 1000 കോടിയോളം രൂപയാണ് കാസ്പ് വഴിയുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിക്ക് ഈ വർഷം അനുവദിച്ചു കഴിഞ്ഞിട്ടുള്ളത്. അതിൽ 300 കോടി രൂപ ഈ അടുത്ത ദിവസം ധനകാര്യ വകുപ്പ് അനുവദിച്ചത് ശനിയാഴ്ച മുതൽ ആശുപത്രികൾക്ക് നൽകി തുടങ്ങിയിട്ടുണ്ട്. സർ, ഇതാണ് വസ്തുതകൾ. ഈ വസ്തുതകൾ തരിമ്പും കണക്കിലെടുക്കാതെയാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ഉന്നയിച്ചിട്ടുള്ളത്. സർ, ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇവിടെ നോട്ടീസിൽ 3 കാര്യങ്ങളാണ് ഉന്നയിച്ചത്. ഒന്ന് നെയ്യാറ്റിൻകര ആശുപത്രിയിലെ സംഭവം, മറ്റൊന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ. തിരുവനന്തപുരത്തേത് യഥാർത്ഥത്തിൽ എന്തെങ്കിലും ചികിത്സാ പിഴവിൻ്റേതല്ല, ഒരു ജീവനക്കാരന്റെ അശ്രദ്ധയുടെ ഭാഗമായിട്ടുണ്ടായ സാമ്പിളുകൾ നഷ്ടപ്പെട്ടു, അത് തിരിച്ചു കിട്ടുകയും ചെയ്തു. ഒറ്റപ്പെട്ട 2 സംഭവങ്ങളെ മുൻനിർത്തി അതിനെ സാമാന്യവൽക്കരിച്ചുകൊണ്ടാണ് കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനത്തെ മുഴുവൻ ഇകഴ്ത്താൻ ശ്രമിക്കുന്നത്. സർ, കേരളത്തിലെ ആശുപത്രികളുടെ സ്ഥിതി എന്താണ്? സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജുകളിൽ ഓരോന്നിലും ഒരു മാസം മേജർ മൈനർ ഇനങ്ങളിലായി 4000ഓളം സർജറികളാണ് നടക്കുന്നത്. 4000 സർജറികളാണ് നടക്കുന്നത്. മെഡിക്കൽ കോളേജുകളിൽ പ്രതിമാസം വരുന്ന OP-IP-കളുടെ കണക്കെടുത്താൽ എത്ര രോഗികളാണ് ആശുപത്രികളിൽ വന്നു പോകുന്നതെന്ന് മനസ്സിലാവും. ഇപ്പോൾ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ 10 ലക്ഷം രോഗികളാണ് ശരാശരി ഒരു വർഷത്തിൽ വരുന്നത്. സർ, ഒരു വർഷമാണ് 10 ലക്ഷം വരുന്നത് എന്ന് പറഞ്ഞാൽ ലോകത്തെ ചില നഗരങ്ങളുടെ ആകെ ജനസംഖ്യയോളം വരുന്ന ആളുകൾ ഒരു വർഷം വരുന്ന മെഡിക്കൽ കോളേജ് അവസാനിപ്പിക്കാം. ഞാൻ ഇതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പോൾ അത്രയേറെ ആളുകൾ വരുന്ന ആശുപത്രികളിൽ വർഷത്തിൽ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ 4000 സർജറി ഒരു മാസം നടക്കുമ്പോൾ ഒരു കൊല്ലം എത്രയാണ് സർജറി നടക്കുന്നത്? ഏതാണ്ട് 50,000ഓളം സർജറി നടക്കുകയാണ്. അതിലൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നമ്മൾ സാമാന്യവൽക്കരിക്കാമോ? ഈ ഡോക്ടർമാർ, നഴ്സുമാർ ഇവരെല്ലാം എത്ര ആത്മാർത്ഥതയോടെയും സമർപ്പണ ബുദ്ധിയോടെയും ആണ് അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ സംഭവിക്കാവുന്ന ഹ്യൂമൻ എററുണ്ട്, കൈപ്പിഴ സംഭവിക്കാൻ ഇടയുണ്ട്, വളരെ അത്യപൂർവമായി സംഭവിക്കുന്നത്. സർ, WHO സംബന്ധിച്ചൊരു പഠനം നടത്തിയിട്ടുണ്ട്. WHOയുടെ ഫാക്ട് ഷീറ്റ് 2023 എന്താ ചൂണ്ടിക്കാണിക്കുന്നത്? എൻ്റെ കൈവശം അതിൻ്റെ കോപ്പിയുണ്ട്. WHO ചൂണ്ടിക്കാണിക്കുന്നത് അറൌണ്ട് 1 in every 10 patients is harmed in health care and more than 3 million deaths occur annually due to unsafe care. 30 ലക്ഷം പേര് ലോകത്താകെ ഈ ചികിത്സാ പിഴവ് മൂലം മരിക്കുന്നുണ്ട്. 10-1 പിഴവുകൾ സംഭവിക്കാറുണ്ട്. എന്നാൽ കേരളത്തിലെ പിഴവ് എത്രയാണ് സർ? കേരളത്തിൽ ഇത് 0.2% താഴെയാണ്. 0.2% താഴെയാണ്. അപ്പോൾ 10
10% വരെ സർജറിയിൽ ആഗോളമായിട്ട് പിഴവുകൾ സംഭവിക്കുന്നത് WHO 2023 ഫാക്ട് ഷീറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ കേരളത്തിൽ അത് 0.2% എന്ന് നമ്മൾ കാണണം. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ സങ്കീർണമായിട്ടുള്ള ശസ്ത്രക്രിയകൾ നടക്കുന്നുണ്ട്. ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ, അതുപോലെ തന്നെ റോബോട്ടിക് സർജറി, എൻഡോസ്കോപ്പിക് സർജറി തുടങ്ങിയിട്ടുള്ള ആധുനിക ചികിത്സാ രീതികളും നടക്കുന്നുണ്ട്. വൻകിട സ്വകാര്യ ആശുപത്രികളിൽ മാത്രം ലഭ്യമാക്കിയിരുന്ന സൗകര്യങ്ങൾ ഇന്ന് കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലൂടെ സാധാരണക്കാർക്ക്, പാവപ്പെട്ടവർക്ക് ലഭ്യമാവുകയാണ്. ഈ വസ്തുതകൾ കാണാതെ ഈ പറഞ്ഞ ഒരു കൊല്ലം 50,000 സർജറിയൊക്കെ നടക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു പിഴവിനെ സാമാന്യവൽക്കരിച്ചുകൊണ്ട് ഈ സർക്കാർ ആശുപത്രികൾ മുഴുവൻ ഇങ്ങനെയാണ് എന്ന് സ്ഥാപിക്കുന്നത് ഈ ആരോഗ്യ പ്രവർത്തകരുടെ, ഡോക്ടർമാരുടെ ഒക്കെ മനോവീര്യത്തെ തളർത്തുന്നതാണ്. അവരെ ഇത്തരം കാര്യങ്ങളിൽ അവർ ആത്മാർത്ഥമായി നടത്തുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ മാത്രമേ ഇടയാക്കുകയുള്ളൂ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഈ വസ്തുതകൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം അക്കാര്യങ്ങളെ ഉന്നയിക്കാൻ എന്നാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യം.